ഹായ് ഗൈസ്, ഞാനിന്ന് എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. 15 വർഷം മുമ്പ് ഒറ്റപ്പാലത്ത് വരോടെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അന്ന് അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. അന്ന് ആ സമയത്ത് എൻ്റെ മകളെന്നെ തൃപ്രയാറിന് കല്യാണം കഴിച്ചു. തൃപ്രയാറിന് കല്യാണം കഴിച്ചിട്ട് ഞാൻ പെൻഷനായി കഴിഞ്ഞാൽ പത്തനംതിട്ടയ്ക്ക് പോകണോ അതോ വേറെ എവിടെയെങ്കിലും കൂടണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എനിക്ക് വരണമെന്നുള്ളത്. എൻ്റെ ഗുരുവായൂരപ്പ, ആ മണ്ണിൽ എനിക്കൊരിത്തിരി മണ്ണ് എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കലുണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടപോലെ ഒരാൾ എനിക്ക് വന്നിട്ട് ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞു, ഈ നമ്പറിലൊന്ന് വിളിച്ച് നോക്കുമ്പോൾ അവരെടുക്കും. അവരോട് പറഞ്ഞാൽ മതി എങ്ങനത്തെ സ്ഥലം വേണം, എവിടെയാണ് വേണ്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കണ്ടെത്തിയിട്ട് വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നമ്പർ മേടിച്ചു. ഞാൻ ആ ആളിനെ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യ്, അന്ന് മോൻ തിരുവനന്തപുരത്താണ്, മോൻ വരുന്ന സമയത്ത് മോനെയും കൂട്ടിയിട്ട് വായോ, എന്നിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗുരുവായൂർ ഇവരെന്നെ വിളിച്ചു. അവരൊരു ഡേറ്റും പറഞ്ഞു. അങ്ങനെ ഞാനും മോനും കൂടെ കൂടിയിട്ട് പോയി. ഞാനവിടെ ചെന്നപ്പം അവരുടെ അസിസ്റ്റൻറ്റുമാരായ രണ്ട് മൂന്ന് പയ്യന്മാരെ കൂട്ടിയിട്ട് വണ്ടി എടുത്തിട്ട് നമ്മളതിനെ കൊണ്ടുപോയി പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ, ഒരു 8 സ്ഥലം വരെ ഞാൻ കാണിച്ചു തന്നു. 8 സ്ഥലം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, മാഡത്തിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? 9ാമത്തെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല, മോനും ഇഷ്ടപ്പെട്ടില്ല. സ്ഥലവും വീടും ഉള്ളതുകൊണ്ട് സ്ഥലം തന്നെയുണ്ട്, അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 9ാമത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയപ്പോൾ അതും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നിരുന്നാലും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു ചെറിയ മനസ്സ്. അപ്പോൾ എന്തോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആരോ പറയുന്ന പോലെ തോന്നി, ഇതെടുത്തോ എന്ന് പറയുന്നു. അതേപോലെ തന്നെ മോനും ഒരനുഭവം ഉണ്ടായി. മോനോടും അങ്ങനെ പറയുന്ന പോലെ തോന്നി. ഞങ്ങൾ പിന്നെ എന്നിട്ട് കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് എൻ്റെ മോളുടെ വീട്ടിലേക്ക് തൃപ്രയാറിന് നമ്മൾ പോയി. രാത്രിയായപ്പോൾ അവർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കാര്യങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു, മോനെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എന്നാൽ അത് നമുക്ക് തന്നെ മേടിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളെന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ടോക്കൺ അഡ്വാൻസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 1000 രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ സ്ഥലം ഞാനിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലം ഉറപ്പിക്കുന്നത്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രാർത്ഥന നമ്മളെപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും, നമുക്കതിന് അനുഭവം തരികയും ചെയ്യും. എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും നല്ല മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ നമുക്കതിൻ്റെ അനുഭവം നമുക്ക് തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പോൾ ആ ഭഗവാനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇവിടെ ഇത്രയും നല്ലൊരു സ്ഥലത്ത്, വലിയ ടൗൺ അല്ലെങ്കിലും ഇന്ന് അത്യാവശ്യം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ എന്നെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഭഗവാൻ കേൾക്കും എന്നുള്ളതാണ്. ഭഗവാൻ എപ്പോഴും നമുക്ക് തുണയ്ക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.